ഹലോ, ഇന്ന് നമ്മൾ 5 ബേസിക് സ്റ്റിച്ചസാണ് പഠിക്കുന്നത്. ആദ്യം റണ്ണിങ് സ്റ്റിച്ചാണ്. ഇത് നമ്മൾ സാധാരണ ഔട്ട്ലൈനൊക്കെ കൊടുക്കാനോ ഇല്ലെങ്കിൽ ഗ്യാദർ ചെയ്യാനും പിന്നെ ഡോട്ടഡ് ലൈൻസ് പോലെ അപ്പിയറൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ്. ഇത് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എന്നാലേ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അത് ഓരോ സ്റ്റിച്ചും ഇട്ടിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത സ്റ്റിച്ച് തുടങ്ങും. ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. കണ്ടോ, ഇങ്ങനെ എല്ലാതും ആ ലൈനങ്ങ് ഫില്ല് ചെയ്യാം നമുക്ക്. ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇതെല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. നോട്ടിട്ട് സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്കൊരു സിസേഴ്സ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ബോർഡറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഡിസൈൻ ഫിൽ ചെയ്യാനൊക്കെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ബാക്ക് സ്റ്റിച്ചിന് ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇടുന്ന പോലെ ഫസ്റ്റ് സ്റ്റിച്ച് ഇടുക. ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ ഏകദേശം ഇതേ ഡിസ്റ്റൻസ് തന്നെ കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നിട്ട് അടിയിൽ നിന്ന് സൂചി എടുക്കുക. എന്നിട്ട് തിരിച്ച് ബാക്കോട്ട്, പേര് പോലെ തന്നെ തിരിച്ച് ബാക്കോട്ട് ആ ഫസ്റ്റ് ഇട്ട ഓട്ടയിലേക്ക് കുത്തുക. കുത്തിയിറക്കിയതിന് ശേഷം ഇതന്നെ കുറച്ചുകൂടെ ഏകദേശം ഇതേ ഡിസ്റ്റൻസ് വരുന്ന പോലെ മുന്നിലേക്ക് എടുത്ത് തിരിച്ച് ബാക്കോട്ട് കുത്തിയിറക്കുക. അങ്ങനെ ആ പാറ്റേൺ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ലെറ്റേഴ്സൊക്കെ എംബ്രോയിഡറി ചെയ്യില്ല, അതൊക്കെ ഇത് ചെയ്താൽ കുറച്ച് നല്ല വൃത്തിയായിട്ട് ഇരിക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് സ്പ്ലിറ്റ് സ്റ്റിച്ചാണ്. സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഫസ്റ്റത്തെ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് എടുത്തിട്ട് ഈ ഫസ്റ്റ് ഇട്ട സ്റ്റിച്ചിൻ്റെ ഓൾമോസ്റ്റ് നടുവിലൂടെ നമ്മളെ ത്രെഡ് ഏകദേശം പകുതി ആവുന്ന പോലെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി താഴോട്ടെടുക്കാം. കണ്ട ഇതുപോലെ വീണ്ടും മുന്നിലേക്ക് വന്നിട്ട് അടിയിൽ നിന്ന് സൂചി കുത്തി പൊക്കുക. തൊട്ട ബാക്കിലുള്ള സ്റ്റിച്ചിൻ്റെ നടുവിൽ സൂചി താഴ്ത്തി ഇറക്കുക. ഇങ്ങനെയാണ് സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതും ഇതുപോലെ തന്നെ നമ്മൾ ബോർഡർ ചെയ്യാനും പിന്നെ ഒരു ഡിസൈൻ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ സ്പ്ലിറ്റ് സ്റ്റിച്ചും യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. കണ്ടോ, പിന്നെ ഏത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ ഒരു സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ ഇത് സ്റ്റിച്ച് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം.
നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. ഇതും ഇതുപോലെ തന്നെ ബോർഡേഴ്സിന് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കുറച്ച് കേർവ്ഡ് ആയിട്ടുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് കുറച്ചുകൂടെ നല്ലത്. ഇത് ഞാൻ ചെയ്യുന്നതുണ്ടോ. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചിന് ഇടുന്ന പോലെ തന്നെ ഇടുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത്. സൈഡിൽ നിന്ന് എടുത്തിട്ട് സെയിം ആ ലൈനിലേക്ക് കൊടുക്കുക. ഇതും സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താലേ കാണുമ്പോൾ വൃത്തി ഉണ്ടാവുള്ളൂ. കഴിയുന്നതും മാക്സിമം അതേ ഡിസ്റ്റൻസിൽ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ സൈഡ് നമ്മൾ ചെയ്യുമ്പം ഒരു തവണ റൈറ്റ് സൈഡ് ചെയ്ത് ആണെങ്കിൽ അതേ റൈറ്റ് സൈഡിനെ ഫോളോ ചെയ്യുക. ഒരു തവണ റൈറ്റ് സൈഡ് ചെയ്ത് അടുത്ത തവണ ലെഫ്റ്റ് സൈഡ് അങ്ങനെ ചെയ്യരുത്. ഓക്കെ, സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഈ പാറ്റേൺ ഫോളോ ചെയ്യുക കേട്ടോ. നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ അതിന് സ്റ്റെം കൊടുക്കുമല്ലോ, അതിനൊക്കെ നമുക്ക് ഈ സ്റ്റിച്ചാണ് നല്ലത്. ഒരേ ഡിസ്റ്റൻസിലാവുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു വൃത്തി ഉണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ഇത് നമ്മൾ സാധാരണ മെഷീനിൽ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒക്കെ വരുന്ന സ്റ്റിച്ചാണ് ഈ ചെയിൻ സ്റ്റിച്ച്. കുറച്ച് നല്ല എന്താ പറയുക സ്ട്രെങ്ത് ഉള്ള സ്റ്റിച്ചാണ് ഈ ചെയിൻ സ്റ്റിച്ച് കേട്ടോ. ഇത് ചെയ്യുന്നത് കണ്ടോ, നമ്മൾ ആദ്യം ഒരു സൈഡിൽ നിന്ന് നൂല് കുത്തി പൊക്കി എടുത്തിട്ട് സെയിം അതിൻ്റെ അടുത്ത് തന്നെ നൂലെടുത്ത് കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവന്നിട്ട് നൂല് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. ഇനി ചെയ്യുന്നത് അതേ ഹോളിലേക്ക് തന്നെ ആ നൂല് കയറ്റിയിട്ട് സൂചി കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ആ നൂലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇതൊരു ചെയിൻ പോലെ വരും. അതുകൊണ്ടാണ് അതിന് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഇതും ഇതുപോലെ തന്നെ നമ്മൾ ബോർഡേഴ്സ് കൊടുക്കാനും പിന്നെ അതുപോലെ ഒരു ഷേപ്പ് ഫില്ല് ചെയ്യാനൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ 5 സ്റ്റിച്ചിൻ്റെയും കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ബോർഡേഴ്സ് കൊടുക്കാനും അതുപോലെ തന്നെ ഷേപ്പ് ഫില്ല് ചെയ്യാനൊക്കെ തന്നെയാണ് കേട്ടോ.